ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വിശേഷങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലത്ത് തന്നെ നമ്മൾ നീർദോശ ഉണ്ടാക്കാൻ പോവാട്ടോ. അപ്പോൾ കുറേ ഞാൻ മുന്നേ നീർദോശയുടെ റെസിപ്പിയൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് പേരില്ലെങ്കിലും കുറച്ച് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നീർദോശ ഒന്നല്ല, നീർദോശ ഇങ്ങനെയൊന്നല്ല ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുക. പച്ചരി രാത്രി തന്നെ വെള്ളത്തിലിട്ട് വയ്ക്കും. രാവിലെ കുറച്ച് പച്ചരി ഇടുള്ളൂ, നാഴി പച്ചരി ഇടുള്ളൂ. എന്നിട്ട് രാവിലെ എടുത്തിട്ട് ഇതുപോലെ ഒരു മുട്ടയും ചേർത്തിട്ട് അരച്ചെടുക്കും കേട്ടോ. ഒരു മുട്ടയും കൂടി ചേർത്തിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇതുപോലെ ജാറിൽ നിറയെ വെള്ളം ഒഴിച്ച് ഒന്ന് കുരുക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കും കേട്ടോ. കണ്ടോ, നിറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നമ്മൾ ദോശക്കല്ലിൽ ചുട്ടെടുക്കുക. ഇതാണ് എൻ്റെ നീർദോശ. ഇനി നിങ്ങളൊക്കെ എങ്ങനെ നീർദോശ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു ടേസ്റ്റ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇരുമ്പ് ചട്ടി ഇല്ലാത്തതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൻ്റെ നമ്മൾ ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നത് കേട്ടോ. ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് തന്നെയാണ്, അതെനിക്കറിയാം. അതിപ്പോൾ ഈ നീർദോശ എന്നല്ല, മറ്റേ സാധാരണ നമ്മൾ ഉഴുന്നും അരിയും കൂടി അരച്ചിട്ടുള്ള ദോശ ഉണ്ടല്ലോ, അതുണ്ടാക്കുകയാണെങ്കിലും നമ്മൾ ഇരുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കുന്നതാണ് ടേസ്റ്റ്. അപ്പോൾ ഇതാ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ദോശക്കല്ല് ചൂടായി കഴിഞ്ഞാൽ നമുക്ക് എണ്ണ ഒന്ന് പരട്ടി കൊടുത്തിട്ട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് എടുത്താലൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി സെറ്റ് ആവട്ടെ അവിടെ ഇരുന്നിട്ട്. അപ്പത്തിന് നമുക്ക് വേറെ പണികളുണ്ട്. കുഞ്ഞുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ റെഡിയാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ദോശ തന്നെ പൊട്ടി. പതിവ് പോലെ ഇതെല്ലാ പ്രാവശ്യവും എന്നും ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ തന്നെ കേട്ടോ. എന്തുണ്ടാക്കിയാലും ഫസ്റ്റത്തെ ഒരെണ്ണം എങ്ങനെയും അത് പൊട്ടാതിരിക്കില്ല. പൊട്ടിയില്ലെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവില്ല. പൊട്ടാതെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. പക്ഷെ അത് പൊട്ടും, എനിക്കറിയാം അത് പൊട്ടും എന്നുള്ളത്. നമ്മളതന്നെ വിചാരിച്ചിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ അത് സംഭവിക്കുകയും ചെയ്യും കേട്ടോ. പൊട്ടും എന്ന് നമ്മൾ മനസ്സിൽ വിചാരിച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിയിരിക്കും. പിന്നെയുള്ള സംഭവങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് കിട്ടും കേട്ടോ. രണ്ടാമത്തതും മൂന്നാമത്തതും പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള എല്ലാ ദോശയും നല്ല സൂപ്പറായിട്ട് കിട്ടും. അത് നമ്മൾ ദോശക്കല്ലിൻ്റെ ചൂടിനനുസരിച്ചാണ് അത് പൊട്ടലും പൊട്ടാത്തൊക്കെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കുഞ്ഞുവിനുള്ള ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ചോറ് കൊടുത്തേക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കഷ്ണം ക്യാരറ്റും കുറച്ച് ബീൻസും അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 വെളുത്തുള്ളിയും എടുത്തു വെച്ചിട്ടുണ്ട്, അതും കൂടി അരിയണം. അപ്പോൾ ഞാനിവന് എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാറെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, അടുത്ത ദോശ നമ്മുടെ കറക്റ്റായിട്ട് കിട്ടിയിട്ടാണ്. ഇനിയുള്ള ദോശയൊക്കെ സൂപ്പറായിട്ട് കിട്ടും. ഞാനിവന് രാത്രിയാവുമ്പോൾ നമ്മളെ സെല്ല റൈസ് ഉണ്ടല്ലോ, നമ്മൾ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന അരി ഉണ്ടല്ലോ, അത് ഞാൻ മുന്നേ വാങ്ങിച്ച് വെച്ചതാട്ടോ. ഇവിടെ ഒരു 2 മാസത്തോളം ആയിട്ടുണ്ടാവും 1 കിലോ അരി വാങ്ങിച്ചിട്ട്. അപ്പോൾ നാഴി അരി എടുത്ത് നമ്മൾ നാഴി അരി കൊണ്ട് നമ്മൾ അതിനെ വേവിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവന് 3 ദിവസമൊക്കെ കഴിക്കാനുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനത് നാഴി അരി എടുത്തിട്ടൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കുതിർന്നതിന് ശേഷം കുക്കറിലിട്ട് 2 അടി അടിച്ച് കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ട് കിട്ടും കേട്ടോ ചോറ്. എന്നിട്ടൊന്ന് ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വേവിക്കുമ്പോൾ അതിൽ കുക്കറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പാകത്തിനുള്ള വെള്ളം ഒഴിക്കുക. പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് ഓയിലും സൺഫ്ലവർ ഓയിലും പിന്നെ കുറച്ച് എന്താ പറയുക ഉപ്പും കൂടി ഇട്ടിട്ട് വേണം അരി വേവിച്ചെടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുക്കുക. അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഓയിൽ ഉണ്ടാക്കുകയാണ് കേട്ടോ ടേസ്റ്റ്, വെളിച്ചെണ്ണയേക്കാളും ടേസ്റ്റ് ഓയിൽ ഉണ്ടാക്കണതാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി 2 അല്ലി അരിഞ്ഞത് അതിട്ട് കൊടുക്കുക. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, ഞാൻ ഒരെണ്ണം വാങ്ങിച്ച് കഴിഞ്ഞാൽ 3-4-5 പ്രാവശ്യമൊക്കെ ഉണ്ടാക്കാറുണ്ട്, അതുകൊണ്ട് ഒരേ കഷ്ണം ഇടുള്ളൂ. പക്ഷേ ഇത് കഴിഞ്ഞ കാരണം ഇപ്പോൾ ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ക്യാരറ്റും ബീൻസും ഒന്ന് ഇട്ടതിന് ശേഷം തീ കുറച്ച് ഇത് രണ്ടും ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ, ഒന്ന് വേവട്ടെ. വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുക്കുക, കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. കുരുമുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് വേവാൻ വേണ്ടിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ കുഞ്ഞുവിൻ്റെ കൂട്ടുകാർ എപ്പോഴും പറയും, ഇത്ര സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ നിൻ്റെ ഉമ്മാട് ഇതിൻ്റെ റെസിപ്പി ഇടാൻ പറയും, യൂട്യൂബിൽ ഇടാൻ പറയും, ഞങ്ങൾക്കും ഉണ്ടാക്കി കൊണ്ടുവരാനാണെന്ന് പറയാറിത്ര. അപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ഞ് കുറേ ദിവസമായിട്ട് പറഞ്ഞിട്ടും വെച്ച് ഇത് വീഡിയോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ദിവസമായി പറഞ്ഞിട്ട്, എന്തായാലും ഇത് കുഞ്ഞുവിൻ്റെ ഫ്രണ്ട്സിനും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ എന്നിട്ടൊരു കോഴിമുട്ട പൊട്ടിച്ചിട്ട് അതിൽ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൂട്ടി കുത്തിപ്പൊരി ഉണ്ടാക്കില്ലേ നമ്മൾ, അതുപോലെ അങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചോറിട്ട് കൊടുക്കുക. ചോറ് നമ്മൾ എത്രയാണോ നമ്മുടെ മക്കൾ കഴിക്കുക വെച്ചെങ്കിൽ അത്രയും ചോറിട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക കേട്ടോ. ഇനി നമ്മുടെ കയ്യിൽ മറ്റേ
സോയാ സോസ് ഉണ്ടല്ലോ, ആ സോയാ സോസ് ഉണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുക്കുക. അത് നല്ലതാണ് കേട്ടോ. വേറൊരു മണം കുറച്ച് ഒഴിച്ചാൽ മതി, ഒരു ടീസ്പൂണോളം ഒഴിച്ചാൽ മതി കേട്ടോ. അതും കൂടി ഒഴിച്ച് കൊടുത്തത് ഇല്ലെങ്കിൽ ഒഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ. അതിന് പിന്നെ നല്ല വിലയൊന്നുമില്ല, അധികം വിലയൊന്നുമില്ല. ഒരു കുപ്പി മേടിച്ച് കഴിഞ്ഞാൽ കുറേ ദിവസത്തിന് ഉണ്ടാവുകയും ചെയ്യും. ഇനി നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് ആ ചോറൊക്കെ ഒന്ന് ചൂടാവണ വരെ ചെറിയ തീയിലിട്ടിട്ട് അങ്ങനെ ആക്കുക കേട്ടോ. എന്നിട്ട് ഇതാ നേരെ നമ്മുടെ കുട്ടികളുടെ പാത്രത്തിലേക്ക് ഇതാക്കി കൊടുക്കുക. അപ്പോൾ ഇതിൽ തോനുണ്ട്, ഇത്ര തോനൊന്നും കുഞ്ഞ് കഴിക്കില്ല കേട്ടോ. കുഞ്ഞ് കുറച്ച് തന്നെ കഴിക്കില്ല. പക്ഷെ അവൻ്റെ ഫ്രണ്ട്സും കൂടി കഴിക്കും തോന്നുന്നുണ്ട് എന്ന് പറയണ കേൾക്കാം. അവരും കഴിക്കാറുണ്ട് ഉമ്മ എന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും. നമ്മൾ സാധാരണ ഒരു ചോറും കറി ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വെറും ചോറും എന്തെങ്കിലും ഒരു ഉപ്പേരി, മുട്ട വറുത്തത്, അച്ചാറും ഒക്കെ ആക്കി കൊടുത്താലും കൂട്ടി കുഴച്ചിട്ട് അത് ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. മുക്കാൽ ഭാഗം ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും കേട്ടോ. കഴിക്കില്ല. ഈ സംഭവമാണെങ്കിൽ പാത്രം വൃത്തിയാക്കിയിട്ടാണ് കൊണ്ടുവരും. ഒരു തുള്ളി പോലും കളയാനോ ഒന്നും ഉണ്ടാവില്ല അത്ര. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമുള്ളതെല്ലാം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതിനിപ്പോൾ വലിയ ചിലവും കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ചോറും കറിയും ഉപ്പേരിയും ഒക്കെ ഉണ്ടാക്കണേക്കാളും നല്ലതാണ് 2-3 ബീൻസ്, ഒരു കഷ്ണം ക്യാരറ്റ് അങ്ങനെ ഉള്ളതൊക്കെ കൂട്ടിയിട്ട് കൊടുക്കണത്. കുഞ്ഞിൻ്റെ ലഞ്ച് ബോക്സ്, അതായത് ചോറൊക്കെ ആക്കി വെച്ചു, ആക്കിയിട്ട് കൊടുത്തയച്ചിട്ട് അവനവിടെ കൊണ്ടാക്കി കൊടുത്തു. എന്താ പറയുക, ട്യൂഷൻ സെൻറ്ററിൽ കൊണ്ടാക്കി കൊടുത്തു, പെട്രോൾ അടിച്ചു. ഈ വേഷത്തിൽ തന്നെ പോയിട്ട് നല്ല തിരക്കായി. എന്താ പറയുക, ഭയങ്കര അതിൻ്റെ ഇടയിൽ ഞാൻ കുഞ്ഞുവിനെ കൊണ്ടാക്കി കേട്ടോ. കുഞ്ഞു ചോറൊക്കെ അല്ല ചായയൊക്കെ കുടിച്ചിട്ട് അവനെ കൊണ്ടാക്കി പെട്രോളൊക്കെ അടിച്ച് വന്നു. അപ്പോൾ അത് ആച്ചൂട്ടൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് അവനെ ചായയൊക്കെ കൊടുത്തിട്ട് അവൻ്റെ വണ്ടി വരാൻ വെയിറ്റ് ചെയ്യാണ്. അപ്പം ഞാൻ ആ ഒരു സമയത്ത് മിറ്റടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പടി ചമ്മലായിരുന്നു കേട്ടോ. ആകെ കരട് വീണിട്ട് ആകെ ചമ്മലായിരുന്നു. അപ്പോൾ ഒന്ന് മിറ്റടിക്കാൻ വെച്ചിട്ട് ഇറങ്ങി. അപ്പോൾ അവൻ വണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുന്നുണ്ട്. ഇശമോൾക്ക് നല്ല ജലദോഷവും പനിയൊക്കെയാണ് കേട്ടോ. പനിയില്ല, ജലദോഷവും ചുമയൊക്കെയാണ്. അപ്പോൾ ഇശമോൾക്ക് ഇപ്രാവശ്യം കലോത്സവത്തിന് പോയിട്ട് മാപ്പിളപ്പാട്ടാണ് പാടിയിട്ടുണ്ടായിരുന്നു. അവൾക്ക് സി ഗ്രേഡ് ഉള്ളൂ കേട്ടോ. ആദ്യമായിട്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. എന്താ പറയുക, ജലദോഷവും ഇതൊക്കെ ആയി കാരണം മൂക്കടഞ്ഞിട്ട് പാടാനൊന്നും പറ്റാണ്ട് അതിൻ്റെ ഒരു വിഷമം നല്ല ഉണ്ട് കേട്ടോ ഇശമോൾക്ക്. അപ്പോൾ അതാ മിറ്റടിക്കലൊക്കെ കഴിഞ്ഞു, റോഡും അടിച്ചു വാരും കേട്ടോ ഒന്ന്. എന്നിട്ട് നമ്മളൊരു മരുന്ന് ഉണ്ടാക്കാൻ പോവാണ്. മരുന്ന് ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കുട്ടികൾക്ക് ഏറ്റവും ബെസ്റ്റ് മരുന്നാണ് കേട്ടോ. അപ്പോൾ കുട്ടികളുള്ള എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കൂ. കുട്ടികൾക്ക് ജലദോഷമോ കുത്തിയിട്ടുള്ള ചുമയൊക്കെ വരികയാണെങ്കിൽ ഈ ഒരു മരുന്ന് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറും കേട്ടോ. എൻ്റെ ഒരു അനുഭവമാണ് ഞാൻ പറയണത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കഷ്ണം ഇഞ്ചി എടുക്കുക. ഇഞ്ചി ഞാൻ തൊലി കളഞ്ഞിട്ടൊന്നുമില്ല, നന്നായി കഴുകിയാൽ മതി, വൃത്തിയായിട്ട് കഴുകിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ തൊലി കളഞ്ഞാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. തൊലി കളഞ്ഞിട്ട് എടുത്താലും കുഴപ്പമൊന്നുമില്ല, തൊലി കളയാണ്ട് എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് കുത്തി ചതച്ചെടുക്കുക. നന്നായി ചതച്ച് അതിൻ്റെ നീരൊക്കെ ഒന്ന് പോകണം. നീരൊക്കെ പോകണം എന്നല്ല, നീരൊക്കെ നമുക്ക് കിട്ടണം എന്നാട്ടോ പറയേണ്ടത്. പിന്നെ അതിൻ്റെ കൂടെ ഞാൻ 2-3 പനിക്കൂർക്കയുടെ ഇലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ചതച്ചിട്ട് നന്നായിട്ട്, ശരിക്കും പറയുകയാണെങ്കിൽ പനിക്കൂർക്കയുടെ ഇല വാട്ടണമെങ്കിൽ വാട്ടാട്ടോ. ഞാൻ വാട്ടിയിട്ടൊന്നുമില്ല, പച്ച ഇല തന്നെ കൊടുത്തിട്ട് കഴുകിയിട്ട് അത് ചതക്കുക ചെയ്തിട്ട്. എന്നിട്ട് നമുക്കിത് അതുപോലെ തുണിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം കേട്ടോ. നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക. നല്ലൊരു വൃത്തിയുള്ള തുണിയായാൽ മതി. അത് ഞാൻ എൻ്റെ ഷാളിൻ്റെ തുമ്പത്തിട്ടിട്ടാട്ടോ അങ്ങനെ പിഴിയണത്. അപ്പോൾ അത് നന്നായിട്ട് പിഴിഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ ഫുള്ള് നീരെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തുണിയിലാകുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നീര് ഇങ്ങോട്ട് കിട്ടും, പിഴിയാൻ പറ്റും. ഇനിയിപ്പോൾ മിക്സിയിൽ അടിച്ചിട്ട് നീരെടുക്കണമെങ്കിൽ എടുക്കാം കേട്ടോ. അമ്മി ഇല്ലാത്തവരുണ്ടെങ്കിൽ മിക്സിയിലോ ഉരലിലോ ഒക്കെ ഇട്ടിട്ട് ഇടിക്കണ കല്ലുണ്ടല്ലോ അതിലൊക്കെ ഇട്ടിട്ടാണെങ്കിലും ചതച്ചിട്ട് എടുത്താൽ മതി. എങ്ങനെയാണെങ്കിലും നമുക്ക് നീര് കിട്ടിയാൽ മതി കേട്ടോ. പിന്നെ അതിലേക്ക് ഇതാ 1 ടീസ്പൂണോളം തേൻ ഒഴിച്ചു കൊടുക്കുക. നല്ല തേൻ ഒഴിച്ചു കൊടുക്കുക, നല്ലതാട്ടോ. നമ്മൾ വാങ്ങിയ തേനാണ്, അതിപ്പോൾ എങ്ങനത്തെ ഉള്ളതാണെന്ന് നമുക്കറിയില്ല. അപ്പോൾ ഈ കുപ്പിയിൽ ചെറുത് വരില്ലേ, അപ്പോൾ അങ്ങനത്തെ ഒരു കുപ്പി തേനും കൂടി മേടിച്ച് കൊടുത്തിട്ട്,
തേനും കൂടി അതിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതുപോലെ ഞാനൊരു കുഞ്ഞു കുപ്പിയിൽ ഒഴിച്ചിട്ട് ഇനി നന്നായിട്ട് ഇത് കുലുക്കി അത് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ ഞാനൊരു സാധനം കൂടി ചേർത്തിട്ടുണ്ട്, അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങയുടെ നീര് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അത് മറക്കണ്ട. അത് ഇതിൽ വേണ്ട കാര്യമാണ്, പക്ഷെ ഞാൻ വീഡിയോയിൽ പെട്ടിട്ടില്ല ആ സംഭവം ചെയ്തത്. നന്നായിട്ടൊന്ന് കുലുക്കിയിട്ട് നമുക്ക് ഒരു ലേശം ഒരു മൂടി ഏകദേശം 1 ടീസ്പൂൺ എടുത്തിട്ട് ഈശമോൾക്ക് കൊടുക്കാം. ബാക്കി ഞാൻ അങ്ങനെ തന്നെ അവൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കുടിച്ചോളാൻ പറഞ്ഞിട്ട്, ഇത് ഇടയ്ക്കിടയ്ക്ക് കുടിക്കണം, എന്നാലാണ് റിസൾട്ട് കിട്ടുള്ളൂ. ഇന്നലെ അവൾക്ക് നന്നായിട്ട് കുത്തി കുത്തി ചുമയായിരുന്നു. അപ്പോൾ അപ്പുറത്തെ വീട്ടിലത്തെ താത്ത എനിക്കിത് പറഞ്ഞു തന്നു. പക്ഷെ ഞാൻ ഡോക്ടറെ അടുത്തേക്ക് കൊണ്ടുപോകണം എന്ന് വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. ഇന്ന് സ്കൂളിലേക്കൊന്നും പോകാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഒരു കുഴപ്പമില്ല കേട്ടോ, സംഭവം സെറ്റാണ്. അവൾക്ക് ഇന്നേക്ക് നല്ല ചുമയൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ഇനി ഇവിടെയാണ് കാര്യങ്ങൾ കിടക്കുന്നത്. 2 മലയെണ്ണ വന്നിട്ട് പുളിയുടെ മുകളിൽ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. 2 എണ്ണത്തിന് കണ്ടപ്പോൾ എനിക്കൊരു കൗതുകം തോന്നി. 2 എണ്ണം കൂടി ഭയങ്കര സ്നേഹപ്രകടനങ്ങളായിരുന്നു. അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ്. പക്ഷെ അപ്പോഴത്തേനും വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും അവർ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ രണ്ടാളും മുഖത്തോട് മുഖം നോക്കിയിട്ട് ഇങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ ഒരു ഇഷ്ടം തോന്നിയപ്പോൾ ഞാൻ എടുത്തതാണ് കേട്ടോ. അപ്പം ഞാനിങ്ങനെ അവരെന്നെ വിളിച്ചപ്പോൾ ഇവർ എന്ത് ചെയ്തു, നേരെ എൻ്റെ ക്യാമറയുടെ അടുത്തേക്ക് ഓടി വന്നു. ഒരു ക്യാമറയുടെ അടുത്തേക്ക് വരിക ചെയ്തത്. അവർ രണ്ടാളും തല്ലുകൂടി എന്താ ഉണ്ടായിന്ന് എനിക്കറിയില്ല. പക്ഷെ അവിടെ ഞാൻ വീണു കേട്ടോ. ഞാൻ പിന്നെ അവർ കൊമ്പുമ്മേലേക്ക് ചാടിയപ്പോൾ ആ കൊമ്പ് ഒടിഞ്ഞപ്പോൾ നേരെ ആ മലെണ്ണം താഴത്തേക്ക് വീണു. താഴത്തേക്ക് വീണപ്പോൾ ഞാൻ ബാക്കിലേക്ക് മാറിയതാണ്. അപ്പോൾ പുളിയുടെ വേര് തട്ടിയിട്ട് ഞാനും വീണു. എൻ്റെ കൈയൊക്കെ പൊട്ടി, എൻ്റെ കാല് പൊട്ടി, ആകെ പൊട്ടി തകിട് പൊടിയായി. അങ്ങനെ ഉണ്ടായിട്ടെന്ന് മലയണ്ണാനെ തീരെ കാണാത്ത പോലെ പോയിരുന്നതാണ്. ലാസ്റ്റ് എനിക്ക് പണി കിട്ടി. എൻ്റെ കൈ പോയിട്ട് കുത്തിയിട്ട് കൈയിൻ്റെ അടി വേദന ഉണ്ട്. മറ്റേ കൈയിൻ്റെ ചോര ഒന്ന് ചെറുതായിട്ടൊന്ന് തോല് പോയി. പിന്നെ കാലുമെത്തി പോയി. ഫോണ് കയ്യിൽ നിന്ന് തെറിച്ച് പോയി. പക്ഷെ ഫോണിനൊന്നും പറ്റിയില്ല കേട്ടോ. അങ്ങനെയൊക്കെ ഉണ്ടായി. ഇന്നലെയും വീണു കേട്ടോ. ഇന്നലെ ബാത്റൂമിൽ വീണു, ഇന്നിപ്പോൾ മുറ്റത്ത് വീണു. ഇനി മൂന്നാമത്തെ എവിടെയെന്ന് അറിയില്ല, പേടിച്ചിട്ടായിരിക്കണത്. അപ്പോൾ മലണ്ണാൻ്റെ വഴിക്കും പോയി. ഞാനാണെങ്കിലോ വീണിട്ട് ഇവിടെ ഇരിപ്പുമായി. ഇപ്പോൾ കാലൊക്കെ വേദനിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ എനിക്ക് അത്ര വേദന ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കാലൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായി. എന്തായാലും മല പോലെ വന്നത് മഞ്ഞ് പോലെ പോകാന്ന് പറഞ്ഞില്ല, അത്രേ പറ്റുള്ളൂ. അൽഹംദുലില്ലാ, അതന്നെ ഭാഗ്യം. അല്ലെങ്കിൽ ആ കിടങ്ങറായിരുന്നു. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇതൊക്കെയാണ്. നാളെ നല്ല ഒരു വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. അസ്സലാമു അലൈക്കും.